ഹലോ ഗായ്സ്, ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും നാരങ്ങ നീരും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർക്കണേ മറക്കല്ലേ. നമ്മൾ ഫ്രിഡ്ജിലോ പുറത്തോ വെച്ച് നന്നായിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ബട്ടറിനകത്ത് വറുത്തെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതോർത്ത് ടെൻഷൻ ആവണ്ട, ഒരുപാട് ഡീപ് ഫ്രൈയും ആവണ്ട, ചിക്കൻ നന്നായിട്ട് വെന്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ആ ബട്ടർ ബാക്കി വരുന്നുണ്ടെങ്കിൽ അതും പിന്നെ കുറച്ച് ബട്ടർ കൂടി ചേർത്തതിന് ശേഷം 1-2 സവാള പിന്നെ ഒരു പച്ചമുളക് ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂസോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 തക്കാളി ചേർക്കുന്നത് നന്നായിരിക്കും, കാരണം ബട്ടർ ചിക്കന് തക്കാളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം അതിലേക്ക് ഏകദേശം 2 കപ്പോളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തിളച്ച വെള്ളമായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കി അതിലേക്ക് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നല്ലതായിട്ട് വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് വെന്ത് നല്ല തണുപ്പൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ ഒരു അവസ്ഥയിൽ കിട്ടും. അതിനകത്ത് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചിക്കൻ, നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ബട്ടർ ചേർത്ത് കുറച്ച് ക്രീമും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരുപാട് തിളയ്ക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ചൂടാവുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിച്ചത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.